വീണ്ടും അത് മനോഹരമായ പുതിയ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് ഗൈസ് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗൈസ് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 മോളിവുഡ് സിനിമാസ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോളിവുഡ് സിനിമാസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഒട്ടും താമസിക്കണം, ഞാനിവിടെ ടോപ്പ് 10 പിക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ 100 days കളക്ഷൻസും ഞാൻ ഇപ്പോൾ എന്താ പറയുക രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായിരുന്നാലും ഇപ്പോൾ നമുക്ക് എന്താ പറയാം ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു ഓവറോൾ ബോക്സ് ഓഫീസിൻ്റെ കണക്ക് എന്താ പറയുക 90 കാലഘട്ടമാണ്. അതിൻ്റെ ഒരു കറക്റ്റ് റെക്കോർഡൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ എന്നായിരുന്നാലും പല എന്താ പറയുക വിക്കിപീഡിയ, IMDb, അങ്ങനെ തന്നെ ഫിലിം ബീറ്റ്, അങ്ങനെ പല എന്താ പറയുക നോക്കിയിട്ടാണ് പറയാം നമ്മളിപ്പോഴും എന്താ വെച്ചാൽ പല ഈ സിനിമാസിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് പറയാം ഞാൻ ഒരു ലിസ്റ്റ് ഓവറോൾ കൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ലിസ്റ്റ് നമുക്ക് നോക്കാം. 10ാം സ്ഥാനത്ത് സന്ദേശമാണ്. ഏകദേശം 1 കോടി അടുപ്പിച്ച് ഈ സിനിമ നേടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും കാണാത്തവർ ഇപ്പോഴും ഈ ലിസ്റ്റ് ഞാൻ എപ്പോഴും പറയും, ഈ ലിസ്റ്റിൽ കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ പറയും സിനിമ പോയി കാണുക. അപ്പോൾ 10ാം സ്ഥാനത്ത് സന്ദേശം 1 കോടി അടുപ്പിച്ച് ടിക്കടിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദേശം എന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാട് സിനിമയാണ്. സത്യൻ അന്തിക്കാട് സിനിമ പണ്ടെന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാട് സിനിമ എന്ന് പറഞ്ഞാൽ അതിന് ടോപ്പ് ക്ലാസ് ആയിരിക്കും. ശ്രീനിവാസും ജയറാമും കൂടെ എന്താ പറയുക തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ് സന്ദേശം. അപ്പോൾ എന്തായിരുന്നാലും 1 കോടി അടുപ്പിച്ചോളം എന്ന് പറയാം ആ സിനിമ ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9ാം സ്ഥാനത്ത് മിമിക്സ് പരേഡ് ഏകദേശം 1 കോടി രൂപ എന്ന് പറയും അത് ബോക്സ് ഓഫീസ് അടിച്ചിട്ടുണ്ട്. മിമിക്സ് പരേഡ് തുളസിദാസാണെന്ന് പറയാം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ജഗദീഷോടുള്ളൊരു കീട്ടില പടമാണെന്ന് പറയാം മിമിക്സ് പരേഡ്. കാണാത്തവർ തീർച്ചയായിട്ടും ആ സിനിമയും കാണുക. 8ാം സ്ഥാനത്ത് നമുക്ക് പറയാനുള്ള സിനിമ എന്ന് പറഞ്ഞാൽ വിഷ്ണു ലോകം. ഓക്കെ, കമൽ സംവിധാനം ചെയ്ത വിഷ്ണു ലോകമാണ്. മോഹൻലാൽ, ശാന്തി കൃഷ്ണ ഇവരൊക്കെ എല്ലാവരും ചേർന്ന് കിടിലായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് വിഷ്ണു ലോകം. തീർച്ചയായിട്ടും കാണാത്തവർ ആ സിനിമയും എന്താ പറയാൻ നിങ്ങൾ കാണുക. അത് ഏകദേശം 1 കോടിക്ക് എബവ് എന്താ പറയുക 120 കോടി എന്ന് പറയും ആ സിനിമ ബഡ്ജറ്റ് അടിച്ചിട്ടുണ്ട്, ബോക്സ് ഓഫീസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സിനിമ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ അഭിമന്യു. അത് ഏകദേശം 1.5 കോടിയോളം എന്ന് പറഞ്ഞ് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് ഗ്രോസ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ അടിച്ചിട്ടുണ്ട്. പ്രിയദർശൻ സിനിമയാണ്, മോഹൻലാലാണ് നായകൻ. പ്രിയദർശന്റെ സിനിമയാണ്, തീർച്ചയായിട്ടും പറയുന്നത് കാണുക. മോഹൻലാലുമാണ് കാണുക. അപ്പോൾ അഭിമന്യു അന്നത്തെ ഹിറ്റ് വളമായിരുന്നു അഭിമന്യു. അപ്പോൾ ഇതിന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ സൂര്യപുത്രിക്ക്. അത് ഏകദേശം 1.75 കോടിയോളം എന്ന് പറയും ഈ സിനിമ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് എന്താ പറയാ നമ്മുടെ എൻ്റെ സൂര്യപുത്രിക്ക്. ഫാസിലാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ സുരേഷ് ഗോപിയൊക്കെ നായകനായിട്ട് വന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. 5ാം സ്ഥാനത്ത് നമ്മുടെ പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതം. സിബിയാണ് ഡയറക്ഷൻ ചെയ്തത്. മോഹൻലാൽ, നെടുമുനി വേണുവൊക്കെ വന്ന് ഇടിയായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് ഭരതം. അപ്പോൾ എന്താ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പഞ്ചില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക സിനിമ പോയി കാണുക. അപ്പോൾ ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കോടിയോളം എന്താ പറയുക ഇത് അടിച്ചിട്ടുണ്ട്. ഒരു അന്നത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മെഗാ ഹിറ്റ് സിനിമ തന്നെയാണ്. അപ്പോൾ 4ാം സ്ഥാനത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ ബൽറാം. ഓക്കെ, കിടിലം പടമാണ്. ഇപ്പോഴത്തെ മറ്റേ ഒരു എന്താ പറയുക സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത് പോലെ ആയിരിക്കില്ല. ഇതൊരു കിടിലം പടമാണ്, മെഗാ ഹിറ്റാണ്. ഏകദേശം 2.5 കോടിയോളം എന്ന് പറയുന്ന സിനിമ അടിച്ചിട്ടുണ്ട്. IV ശശിയുടെ സിനിമയാണ്, മമ്മൂട്ടിയാണ് വന്നിട്ടുള്ളത്. അടിപൊളി പടമാണ്. അന്നത്തെ ഒരു ഹിറ്റ് പടം തന്നെയാണ് ഇൻസ്പെക്ടർ എന്ന് പറയാം ബൽറാം. ഇനി നമ്മൾ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. ടോപ്പ് 3യിൽ എനിക്ക് പറയാനുള്ളത് 3ാം സ്ഥാനത്ത് അമരം ഏകദേശം എന്താ പറയുക 3 കോടിയോളം എന്താ പറയുക എന്താ പറയുക അന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് പടം തന്നെയാണ് എന്താ പറയുക അമരം. അപ്പോൾ മമ്മൂട്ടി എന്താ പറയുക മധുവൊക്കെ ചേർന്ന് ലീഡ് ആക്ടറായിട്ട് വന്ന് തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ് നമ്മുടെ എന്താ പറയുക അമരം. അപ്പോൾ ഇനി അവിടുത്തെ നമ്മുടെ ടോപ്പ് 2 പിക്ക് എത്തിയിട്ടുണ്ട്. അന്നത്തെ ടോപ്പ് 2 പിക്കിൽ 1991 ടോപ്പ് 2 പിക്കിൽ, അതായത് ടോപ്പ് 2ൽ ഹയസ്റ്റ് ഗ്രോസിംഗ് നേടിയ 2 പടം. അതിൽ 2ാം സ്ഥാനത്ത് ഗോഡ് ഫാദറാണ്. സിദ്ദിഖ് ലാൽ ചേർന്ന് ഡയറക്റ്റ് ചെയ്ത ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് ഗോഡ് ഫാദർ. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ ഒരു പടം കൂടെയാണെന്ന് പറയാം ഗോഡ് ഫാദർ. അപ്പോൾ എന്തായിരുന്നാലും ഗോഡ് ഫാദറിൻ്റെ കളക്ഷൻ ഏകദേശം എന്താ പറയുക 5.5 കോടിയോളം എന്താ പറയുക വന്നിട്ടുണ്ട്. ടോപ്പ് പടമാണ്. ടോപ്പ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പടം ഗോഡ് ഫാദർ. കാണാത്തവർ ഉറപ്പായിട്ടും എന്താ പറയുക കാണുക. ഇഷ്ടം പോലെ മീം പേജസിലൊക്കെ ഈ ഗോഡ് ഫാദറിൻ്റെ ഒക്കെ എന്താ പറയുക ക്ലിപ്സൊക്കെ കിടന്നിങ്ങനെ ഭരണമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഓൾ ടൈം ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ഗോഡ് ഫാദർ. അപ്പോൾ നമ്മുടെ 1ാം സ്ഥാനം എത്തിയിരിക്കുക 1991 ഹയസ്റ്റ് ഗ്രോസിംഗ് പടമായ കിലുക്കം. മോഹൻലാലിൻ്റെ പടമാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവരും എന്താ പറയുക ഞാൻ നേരത്തെ ഗോഡ് ഫാദറും ഈ കിലുക്കവും സിനിമ രണ്ടും എല്ലാവരും ഒരു ഏകദേശം ആൾക്കാരും നമ്മുടെ മലയാളികൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ എന്താ പറയുക വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ ഓവറോൾ എന്താ പറയുക 5 കോടിയോളം
എന്താ പറയുക 5 കോടി സോറി, ഏകദേശം 6 കോടിയോളം എന്ന് പറയും. ഇത് സത്യം പറഞ്ഞ ഗോഡ് ഫാദറും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമല്ല, ഏകദേശം 2 ഒരേ ലെവലിൽ നിൽക്കുന്നതാണ്. കൂടിപ്പോയ ഒരു 10 കോടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു 20 കോടി അത്രയൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്തായാലും ഏകദേശം ഒരു ലെവലാണ്. പക്ഷെ എന്തായാലും കിലിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിലിക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ടോപ്പ് തന്നെയാണ്. ഏകദേശം 6 കോടിയോളം അടുപ്പിച്ചിട്ടുണ്ട്. ഓൾ ടൈം ടോപ്പ് ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണ്. നമ്മളെന്താ പറയുക പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാല്, നമ്മുടെ എന്താ പറയുക രേവതിയുണ്ട്, പിന്നെ അതുപോലെ എത്ര കഥാപാത്രങ്ങളുണ്ട്. മസ്റ്റ് വാച്ച് സിനിമയാണ് കിലുക്കം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമ കൂടെയാണെന്ന് പറയാം കിലുക്കവും. എൻ്റെ മാത്രമല്ല പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ കിലുക്കം ഉണ്ടാവും. അപ്പോൾ എന്തായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം 1991 ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവീസിലാണ്. അപ്പോൾ ഇന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന സിനിമയാണ് ഇതിൽ ടോപ്പ് വരേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെയും ഗൈസ്, എവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.